ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു വലിയൊരു റെഫറൻസ് ആണ്. നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളെ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം. നമസ്കാരം, അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെളിയങ്കോട് മുതൽ അണ്ടത്തോട് വരെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രൈബുമാണ് നമ്മുടെ പ്രചോദനം. കേരളത്തിലെ NH66 ഫുൾ ഹൈവേ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് വെളിയങ്കോട് ജംഗ്ഷനാണ്. അപ്പോൾ ഈ ജംഗ്ഷനായിട്ട് പോലും ഇവിടെ നല്ലൊരു രീതിയിൽ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത്, അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അണ്ടർ പാസേജ് ഉള്ളതുകൊണ്ട് ഇവിടെ ഹൈറ്റിൽ ഇവിടുന്ന് ഹൈവേ ഇവിടുന്ന് ഹൈറ്റ് തുടങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതാ മണ്ണ് ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഹൈവേയുടെ ഇതിപ്പോൾ നിലവിലെ ഹൈവേ ആണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 2 മാസത്തെ വ്യത്യാസം പറയുകയാണെങ്കിൽ ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഇതാ സർവീസ് റോഡൊക്കെ നല്ല സൂപ്പറായിട്ട് ടാർ ചെയ്തിട്ടായിട്ട് കാണാം. അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ഈ അടുത്തടുത്ത് ഇങ്ങനെ അണ്ടർ പാസേജൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ കുറച്ച് ഹൈവേയുടെ വർക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് പതുക്കെ പോകുന്നതായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവിടെ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥലമാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ബോർഡൊന്നുമില്ല, പെട്രോൾ പമ്പിലും ബോർഡില്ല. ഓക്കെ, ഇവിടെ ഒരു ബോർഡുണ്ട്. ഇത് വെളിയങ്കോട് തന്നെയാണ്. ഇതുവരെ വെളിയങ്കോട് കഴിഞ്ഞിട്ടില്ല. വലിയൊരു സ്ഥലമാണ് കേട്ടോ, വലിയൊരു ടൗണാണ് വെളിയങ്കോട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വെളിയങ്കോടിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാനിപ്പോൾ സർവീസ് റോഡ് വഴിയാണ് പോണത്. ഇപ്പോൾ ഹൈവേ കുറച്ച് ഇടത് സൈഡ് നീങ്ങിയാണ് ഈ ഒരു ഭാഗത്ത് പുതിയ ഹൈവേ വന്നിട്ടുള്ളത്. ആ പഴയ ഹൈവേ ആണ് നമ്മൾ ആ വലത് സൈഡിൽ കൂടെ കാണുന്നത്. അതിപ്പോൾ നിലവിൽ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുണ്ട്. റോഡ് കുറച്ച് ചെറിയ ബ്ലോക്കാണെന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ നിന്നൊരു ടിപ്പർ പോകുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാഴ്ച. സർവീസ് റോഡാണ് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ഈ വെള്ളം കെട്ടി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വർക്ക് തുടങ്ങുന്നുണ്ട്, അതായത് മണ്ണ് ഫില്ലിങ് നടന്നു വരുന്നുണ്ട്. സർവീസ് റോഡായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. ഹൈവേയുടെ വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ
ഇവിടെ ഈ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസൊക്കെ എന്താ പറയുക അതിൻ്റെ സൈഡിൽ വെക്കുന്ന ആ സാധനത്തിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. പിന്നെ കോൺക്രീറ്റ് ചെയ്ത പീസ് ഇവിടെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് ഇവിടെ കാണാം. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഓക്കെയാണ്. പിന്നെ അവിടെ ഒരു കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സൈഡ് വോളിൻ്റെ വർക്ക് ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞു. പിന്നെ സൈഡ് വോൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഇവിടെ സർവീസ് റോഡൊക്കെ ഓക്കെയാണ്, നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജ് കൂടെ വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. പേടിക്കേണ്ട, അപ്പുറത്തോട്ടൊരു ബസ് പോയതാണ് കേട്ടോ. ഇത് പാലപ്പെട്ടി എന്നൊരു സ്ഥലമാണ്. നോക്കട്ടെ, പാലപ്പെട്ടി. അപ്പോൾ ഈ സ്ഥലം പാലപ്പെട്ടി എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ സർവീസ് റോഡ് ഓക്കെയാണ്, രണ്ട് സൈഡിലും സർവീസ് റോഡ് ഓക്കെയാണ്. ഇവിടെ അപ്പോൾ ഈ പാലപ്പെട്ടി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ എന്താ പറയുക, സെൻറ്റർ ഭാഗത്ത് ടാറ് ഇവിടെ നടന്നായിട്ട് കാണാം. എന്നാൽ ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇവിടെ ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ നിലവിലെ ഹൈവേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൈവേയുടെ ടാറിങ് വർക്ക് നടന്നിട്ടുണ്ട്. വൺ സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിലവിലെ NH66 ആ പഴയ റോഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആ സൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടികൾ ആ ഒരു സൈഡിൽ കൂടെ കടത്തി വിടുമായിരിക്കും. എന്നിട്ട് ഇവിടം പണി ചെയ്യുമായിരിക്കും. ഇപ്പം ആ ഒരു സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടം വരെ കണ്ടോ, നല്ല രീതിയിൽ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാറിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സലൻറ്റ് ടാറിങ്ങാണ്, നല്ല സ്മൂത്താണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡ് വോളിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പുകൾ, പിന്നെ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ വലിയ വലിയ പൈപ്പുകൾ. പിന്നെ ഇവിടെ ഇതാ സൈഡ് വോളിൻ്റെ വർക്ക് തുടങ്ങിയതായിട്ട് കാണാം. ഇവിടെ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവറാണോ പാലമാണോ എന്നറിയില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ എന്താ പറയുക, ആ ഒരു പാലം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു തൂണിൻ്റെ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏത് സ്ഥലമെന്നും കൂടെ നോക്കാം. ഇത് സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റിയില്ല, നോക്കട്ടെ. അണ്ടങ്കോടം. അണ്ടത്തോട്. ഈ സ്ഥലത്തിൻ്റെ പേര് അണ്ടത്തോടെന്നാണ് കേട്ടോ, അണ്ടത്തോട്. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ എഴുതിയിരിക്കുന്ന കണ്ട ഞാൻ വായിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വർക്ക് ഇങ്ങനെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പാർട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അണ്ടത്തോട് മുതൽ എടക്കഴിയൂർ വരെയാണ്. നമ്മുടെ കേരളത്തിലെ 50 വർഷത്തെ മാറ്റമായ NH66 ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.